ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾസ്, നമുക്ക് അടുത്ത മാസം നമ്മളെ ഫസ്റ്റ് ടേം എക്സാം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ചോദ്യങ്ങൾ അറിഞ്ഞായിരിക്കണം പഠിക്കേണ്ടത്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ ചലനം എന്നുള്ള ചാപ്റ്ററിനകത്ത് എൻ്റെ പൊന്നു മക്കൾ നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട 4 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ, ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം, ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലായിരിക്കും, എല്ലാം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് എക്സാം എഴുതാം. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരൊറ്റ എക്സാമിൽ 3 എക്സാം എഴുതാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതിനകത്ത് ഫിസിക്സിനകത്ത് തന്നെ നമുക്ക് ഏകദേശം 2 ചാപ്റ്റർ വരും. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? മോഷൻ, ചലനം എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ സ്ക്രീനിലേക്കും പരിശുദ്ധമായ വാക്കുകളിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിത് കണ്ടെത്തുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഒരേ ടൈമിൽ തന്നെ 2-3 പേജുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആരും പേടിക്കരുത്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ എല്ലാം വായിക്കുക. ആ സമയത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയിട്ട് ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, ഇതുവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പേടിക്കാൻ പാടില്ല. ആ 15 മിനിറ്റ് നിങ്ങൾ കൂളായിട്ട് എന്ത് ചെയ്യുക? ധോണിയെ പോലെ കൂളായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നല്ല വൃത്തിയായിട്ട് വായിക്കുക എന്നുള്ളത്. നമുക്കിതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഇവിടെ 3 ABC എന്ന 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകളും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടെത്തണം. ഇതിൽ ശരിയായത് കണ്ടെത്തിയാൽ മതി നിങ്ങൾ. അപ്പോൾ നോക്കുക, ആദ്യത്തെ പോയിന്റ്, ആക്സിലറേഷൻ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ എല്ലാ എന്ത് ചെയ്യണം? വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കാലാർ ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ത്വരണം ഒരു അദിശ അളവാണോ എന്നാണ് ചോദ്യം. അപ്പോൾ അദിശ അളവുകളും സദിശ അളവുകളും നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ പഠിച്ചു വെക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കണേ. അതായത് സ്ഥാനാന്തരം, എന്താ പറയുക? സ്ഥാനാന്തരം. ഇതാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. രണ്ടാമത്തെ നിങ്ങൾ പഠിക്കേണ്ടത് വെലോസിറ്റി. എന്താണ്? പ്രവേഗം. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ട വെലോസിറ്റി, പ്രവേഗം. മൂന്നാമത്തത് ആക്സിലറേഷൻ, അതായത് ത്വരണം. ഈ 3 പോയിന്റും ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി, സദിശ അളവുകളാണ്. മക്കളെ ഇപ്പൊ തന്നെ പഠിച്ചോളി. അതായത് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, പ്രവേഗം, ത്വരണം, ആക്സിലറേഷൻ. ഇതെങ്ങനെയായിരിക്കും? ഓർത്തു വയ്ക്കുക, ഇതേതാണ്? സദിശ അളവുകളാണ്. അങ്ങനെയെങ്കിൽ അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അദിശ അളവുകളും പഠിച്ചു വെക്കണം. നോക്കി, എളുപ്പം തന്നെ പഠിച്ചോളി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദൂരം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ? അടുത്തത് രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ വേഗത, സ്പീഡ്. ഇതും ഓർത്തേക്കുക. ഇതെന്തായിരിക്കും? ഇത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, അദിശ അളവാണ്. ഇപ്പം തന്നെ പഠിച്ചോളൂ മക്കളെ. ഈ ഒരു പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ത്വരണം. അതായത് സ്ഥാനാന്തരം, പ്രവേഗം, അതോടൊപ്പം തന്നെ ത്വരണം. ഇത് സദിശ അളവുകളാണ്, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, വേഗം, സ്പീഡ്, ഇതൊക്കെ ഏതാണ്? അദിശ അളവുകളാണെന്ന് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കണം. ആക്സിലറേഷൻ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എന്ന സ്കാലാർ ക്വാണ്ടിറ്റി ആണോ? ത്വരണം എന്ന് പറഞ്ഞാൽ സ്കാലാർ ക്വാണ്ടിറ്റി ആണോ? അല്ല, പൊട്ട തെറ്റാണ്. അപ്പം ആദ്യത്തെ പോയിന്റ് തെറ്റി.
നമ്മളോട് ശരിയായത് തന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം ശരിയായിട്ടുള്ളത് ഏതെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാതും കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഈ ഒരു പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. എന്താണ് ത്വരണം എന്ന് പറഞ്ഞാൽ? പ്രവേഗമാറ്റം അല്ലെങ്കിൽ പ്രവേഗം, അറ്റ്ലീസ്റ്റ് പ്രവേഗം ബൈ സമയം എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് കേട്ടാൽ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സമയം കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക? വെലോസിറ്റിയെ നമ്മൾ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ പോയിന്റ് ശരിയാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം. നിരക്ക് എന്ന് കേട്ടാൽ സമയം കൊണ്ട് ഹരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, റേറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? ടൈം എന്ന് വരണം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം അല്ലേ? അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ശരിയാണ് മക്കളെ. സെക്കൻഡ് പോയിന്റ് എന്താണ്? ശരിയാണെന്ന് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് പോയിന്റ് ശരി, നമുക്ക് ശരി മാത്രം കണ്ടെത്തിയാൽ മതി. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കുക. എന്താണ്? ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ശരിയാണോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞ ആൻസർ. ശരിയല്ല. അതെ, നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. എന്താണ്? ഇത് തെറ്റാണ്. അതായത് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അത് അവിടെ നോക്കിക്കോളൂ. എന്താണ്? പ്രവേഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഒരു സമയം കൂടി വരും. സമയത്തിന് യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മീറ്റർ ബൈ സെക്കൻഡ് ആണ്. താഴെ ഇവിടെ ഒരു എസ്സും വരും. അപ്പോൾ നമുക്ക് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു മക്കൾ ഈ പരീക്ഷയ്ക്ക് നിർബന്ധമാണ്. സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഏറ്റവും പഠിച്ചിരിക്കേണ്ട 4 ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അപ്പോൾ 4 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ വരും? അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ നോക്കുക, ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. മക്കളെ, നിങ്ങൾ റെഡിയാണോ? അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ്. അതിൽ ആക്സിലറേഷൻ ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി എന്നാണ് ആദ്യം വന്നത്. തെറ്റ്. രണ്ടാമത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് അല്ല, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഒരു 30 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ സമയം തരുന്നു. ഇഫ് എ ബോഡി ഇൻ എ മോഷൻ എന്നാണ് പറഞ്ഞത്. ഒരു ബോഡി മോഷനാണ്. എങ്ങനെ? കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത് അല്ലേ? തുല്യ ടൈമിനെ കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് ഏതാണ്? അത് യൂണിഫോം സ്പീഡാണോ, നോൺ യൂണിഫോം സ്പീഡാണോ, സമവേഗമാണോ, അസമവേഗമാണോ ചോദിച്ച് ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒരു വര വരച്ചു. ഞാൻ ഇവിടെ 0 സെക്കൻഡ്, അപ്പോൾ ഇവിടെ 0 മീറ്റർ. ഇവിടെ ഞാൻ 2 സെക്കൻഡ്, അപ്പോൾ ഇവിടെ ഒരു 10 മീറ്റർ കൊടുത്തു. ഇവിടെ ഞാൻ 4 സെക്കൻഡ്, അപ്പോൾ ഇവിടെ ഒരു 20 മീറ്റർ കൊടുത്തു. ഇവിടെ ഞാൻ 6 സെക്കൻഡ്, അപ്പോൾ ഇവിടെ ഞാൻ 30 മീറ്റർ എന്ന് കൊടുത്തു വിചാരിക്കാം. ഇവിടെ തുല്യ സമയമാണ് ഇവിടെ പോകുന്നത്. 2, 4, 6 അങ്ങനെ കറക്റ്റാണ് പോകുന്നത്. ഇവിടെ 10, 20, 30, 40 അങ്ങനെ പോകുന്നത്. അപ്പോൾ തുല്യ സമയങ്ങളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ടത് ഏതാണ്? ഇത് യൂണിഫോം ആണ്. യൂണിഫോം ഒരേപോലെ. നിങ്ങൾ സ്കൂളിലേക്ക് യൂണിഫോം ഇട്ട് എല്ലാവരും പോകുന്നത് ഒരേപോലെയാണ്. അപ്പോൾ എന്താണ്? അത് സമവേഗമാണ്. ഏതായിരിക്കണം? സമവേഗം. സമവേഗം. അപ്പോൾ യൂണിഫോം സ്പീഡ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് കേട്ടാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. തുല്യ സമയങ്ങളിൽ അല്ലെങ്കിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് എന്തായിരിക്കണം? യൂണിഫോം സ്പീഡ്, സമവേഗം എന്നാണ് പറയാം. അപ്പോൾ ഇതും പഠിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനകത്ത്. അപ്പോൾ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്. ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറയും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. കറക്റ്റ് നോക്കുക. ഇവിടൊക്കെ 2 വെച്ചാണ് കൂടിപ്പോകുന്നത്, ഇവിടൊക്കെ 10 വെച്ചാണ് കൂടിപ്പോകുന്നത്. അപ്പോൾ തുല്യ സമയങ്ങളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതൊക്കെ ഏതാണ്? ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് യൂണിഫോം സമവേഗം
ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. വെറും 4 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ എങ്ങനെയാണോ ശ്രദ്ധിച്ചത് അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനെ നിങ്ങൾ കാണുക, ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പോൾ എന്താണ്, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. ഒരു മേശപ്പുറത്തിരിക്കുന്ന പിന്നെ ഈ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം റെസ്റ്റാണ്, നിശ്ചലാവസ്ഥയിലാണ് അല്ലേ. എ ബുക്ക് ഓൺ എ ടേബിൾ ഈസ് എ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നാണ് അത്. ഒരു ടേബിളിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ, ഇവിടെ അവലംബക വസ്തു ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എ ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ റെഫറൻസ് ബോഡി ഓഫ് എബവ് ദ സ്റ്റേറ്റ്മെൻറ്റ്. റെഫറൻസ് ബോഡി, അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ തീരുമാനിക്കുന്നതിൻ്റെ ചുറ്റുപാടുകൾ നോക്കിയിട്ടാണ്. ഇപ്പം ഞാനിവിടെ റെസ്റ്റായിട്ട് നിൽക്കുന്നു, നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ഈ ചുറ്റുപാടൊക്കെ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അവലംബക വസ്തു, റെഫറൻസ് ബോഡി. നിങ്ങൾ വീട്ടിൽ ചെയറിലിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ ചുറ്റുപാട് പറഞ്ഞാൽ ചെയറാണ്. ചെയറും നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ അവിടുത്തെ അവലംബക വസ്തു പറഞ്ഞാൽ നിങ്ങളെ ചെയറാണ്. അങ്ങനെയെങ്കിൽ അപ്പോൾ നോക്കി, ഇവിടെ അവലംബക വസ്തു ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പുസ്തകം ഒരു ടേബിളിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ നോക്കിക്കോള്, പുസ്തകം ഈ ടേബിളിൻ്റെ മുകൾ ഭാഗത്താണ്. അപ്പോൾ ഈ പുസ്തകം ടേബിൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിശ്ചലാവസ്ഥയിലാണെന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്, സ്റ്റേറ്റ് അറ്റ് റെസ്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റെസ്റ്റ് എന്ന് പറയാൻ കാരണം, ഇത് നിശ്ചലാവസ്ഥ എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് ഈ ടേബിളും നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ഇവിടുത്തെ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ അവലംബകം എന്ന് പറഞ്ഞാൽ ഈ ടേബിളാണ്. അവലംബകം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ടേബിളാണ്. അപ്പോൾ ഇതാണ് നോക്കണ്ടേ, ആ പുസ്തകത്തിൻ്റെ ചുറ്റുപാട് നോക്കി, ഞാൻ ഈ ടേബിളാണ്. ഈ ടേബിളും പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം, ടേബിൾ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അവലംബക വസ്തു ഏത്, ടേബിൾ, മേശയാണ്. ആരായിരിക്കണം, ടേബിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കുന്നത് എന്താണ്, സൂര്യനെ അവലംബക വസ്തുവായി എടുത്താൽ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ടേബിൾ അല്ല എടുക്കുന്നത്, സൂര്യനെയാണ് എടുക്കുന്നത്. സൂര്യനെ എടുത്തു കഴിഞ്ഞാൽ പുസ്തകം ഡേഷ് അവസ്ഥയിലായിരിക്കും, ചലനാവസ്ഥയാണോ നിശ്ചലാവസ്ഥയാണോ എന്നാണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്, കൺസിഡറിങ് ദ സൺ ആസ് റെഫറൻസ് ബോഡി. ഇവിടെ റെഫറൻസ് ബോഡി ആയിട്ട് എടുക്കുന്നത് ആരിനെയാണ്, സണ്ണിനെയാണ്. അപ്പോൾ സൂര്യനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെഫറൻസ് ബോഡി ആയിട്ട് എടുക്കുന്നത്. ദ ബുക്ക് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ മോഷൻ ആണോ എന്ന് കണ്ടെത്തണം. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ വേറൊരു പിക്ചറും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഇതൊക്കെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു, ടേബിൾ വെച്ചു. ആ ടേബിളിൻ്റെ മുഖത്ത് ഞാൻ എന്ത് ചെയ്തു, പുസ്തകം വെച്ചു. ഇത് മൊത്തം നിശ്ചലാവസ്ഥയിലാണെന്ന് പറഞ്ഞു. ബുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെടുക്കണം അവലംബകമായിട്ട്, ബുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേബിളാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇനി ഈ സൂര്യനെയാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഭൂമി ബുക്കും ടേബിളും ഒക്കെ പാടെ എന്താ ചെയ്യുന്നത്, സൂര്യനെങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിശ്ചലാവസ്ഥയിലാണോ, അല്ല, നമ്മൾ ചലനാവസ്ഥയിലാണ്. കാരണം ഭൂമി എല്ലാ സമയത്തും സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമി എല്ലാ സമയത്തും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സൂര്യനെയാണ് റെഫറൻസ് ബോഡി ആയിട്ട് അവലംബക വസ്തുവായിട്ട് എടുക്കുന്നതെങ്കിൽ, അവലംബകമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമിയും ഈ ടേബിളും പുസ്തകമൊക്കെ എന്താണ്, ഭൂമി എങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ്, ചലനാവസ്ഥയിലാണ്. ഏതാണ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ. കാരണം ഇപ്പോൾ നമ്മൾ ബുക്ക് ചലിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്, സൂര്യനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ഭൂമി എല്ലാ സമയത്തും സൂര്യൻ എന്ത് ചെയ്യുന്നു അല്ലേ, റൗണ്ട് ചെയ്യുന്നു, വലയം വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചലിക്കുന്നില്ലേ. ഇപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അവലംബകം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോ ആണ്. പക്ഷെ ഞാൻ സൂര്യൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തം സൂര്യനും ചുറ്റാണ്. അപ്പോൾ നമ്മളൊക്കെ ചലിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ റെഫറൻസ് ബോഡി ആരായിരിക്കും, സൺ. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും, ചലനം, മോഷൻ, ചലനം, മോഷൻ. നമ്മളെ ആൻസർ ഏതായിരിക്കണം, മോഷൻ, ചലനാവസ്ഥയാണ്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റെഫറൻസ് ബോഡി, അവലംബക വസ്തുവാണ് നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുക. നമ്മൾ നിൽക്കുന്നത് ഒരു ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ ടേബിൾ ചലിക്കുന്നില്ല, നമ്മളും ചലിക്കുന്നില്ല. അപ്പോൾ ടേബിളാണ് അവിടുത്തെ റെഫറൻസ് ബോഡി. സൂര്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി മൊത്തം കറങ്ങുന്നു, അപ്പോൾ നമ്മൾ ചലിക്കുന്നു. അപ്പോൾ അവലംബക വസ്തു റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്തു, പൂരിപ്പിക്കാനുള്ളൊരു ഭാഗം വന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, നമുക്കൊരു യൂണിഫോം മോഷനാണോ അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷനാണോ എന്ന് കണ്ടെത്താൻ വന്നു. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വന്നു,
ശരിയായത് ഏത് തെറ്റായത് ഏത് എന്നൊക്കെ കണ്ടെത്തി ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ വരും. ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് നിർബന്ധമായിട്ട് എൻ്റെ മക്കളെ ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ടേബിൾ തന്നാണ്. ഈ ടേബിളിനകത്ത് ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇവിടെ ABCD എന്നൊക്കെ ഇങ്ങനെ എഴുതും, ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്ക്, ഇവിടെ യൂണിറ്റ് ആണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ സദിശാണോ അതിശാണോ വെക്ടർ ആണോ സ്കാലാർ ആണോ എന്ന് എഴുതണം. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ പോയിന്റ് ഇവിടെ എന്താണ്, അളവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ, യൂണിറ്റ് സ്കാലാർ അല്ലെങ്കിൽ വെക്ടർ. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ സമയം പറയുമ്പോൾ നിങ്ങൾ കിഴക്ക് ഭാഗത്ത് സമയം ഇത്ര, വടക്ക് ഭാഗത്ത് സമയം ഇത്ര എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അതിന് ദിശ ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ഏതാണ്, അതിശം. ഏതായിരിക്കണം, അതിശം, സ്കാലാർ. എന്താ പറയുക, സ്കാലാർ എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട് അവിടെയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നടക്കണം, അല്ലാതെ ഇപ്പുറത്തേക്ക് നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒരു ഡയറക്ഷൻ അല്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ തന്നിരുന്നില്ലേ, ഒരു പ്ലസ് ഒക്കെ ഇട്ടിട്ട് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ കൊടുത്തില്ലേ. അപ്പോൾ ദിശ ചേർത്ത് പറയും, എപ്പോഴൊരു ദിശ ചേർത്ത് പറയുന്നത് ഏതാണ്, സ്ഥാനാന്തരമാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഏതായിരിക്കണം, മീറ്റർ. അപ്പോൾ അത് ഏതാണ്, സദിശ അളവാണ്, സദിശം. അതായത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഏതായിരിക്കണം, വെക്ടർ ക്വാണ്ടിറ്റി. ഓർത്ത് വയ്ക്കുക. ഇനി സ്പീഡ്, വേഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്താണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. എന്തായിരിക്കണം യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ്. അതും ഏതാണ്, മീറ്റർ. ദൂരം എന്ന് പറഞ്ഞാൽ, വേഗം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാം, അതിന് ദിശ വേണ്ട. അതുകൊണ്ട് അത് അതിശമാണെന്ന് ഓർത്ത് വയ്ക്കുക, സ്കാലാർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഏതായിരിക്കണം, സ്കാലാർ. ഇനി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നേരത്തെ നമ്മൾ പഠിച്ചു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്, അത് ത്വരണമാണ്. ഏതായിരിക്കണം, ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. അതിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് ഏതായിരിക്കണം, അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, സദിശ അളവാണ്. മക്കളെ, ഈ 4 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ പൊന്നു മക്കളെ. അടുത്ത എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഓരോ ചാപ്റ്റർ എന്നുള്ള ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ വെച്ചൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ കാണണം, നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആളുകൾ പഠിക്കൂ. അപ്പോൾ നിങ്ങളൊരു നന്മ ചെയ്തു, ആ കുട്ടികളും എന്ത് ചെയ്തു, ആ നന്മയുടെ ഒരു ഭാഗമായി ആ കുട്ടികൾ എന്ത് ചെയ്യണം, മറ്റു കുട്ടികൾക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എത്ര കുട്ടികൾക്ക് സെൻഡ് ചെയ്യുന്നു, അത്രയും നന്മകൾ നിങ്ങൾ ചെയ്യുന്നു, അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അത്രയും നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്നു. അങ്ങനെയെങ്കിൽ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിനകത്ത് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്, ദ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. അത് മന്ദീകരണമാണോ, ത്വരണമാണോ, ആക്സിലറേഷൻ ആണോ, റിട്ടേർഡേഷൻ ആണോ, മന്ദീകരണമാണോ? ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഒരു ബോൾ ഉരുട്ടി വിടുക എന്ന് പറഞ്ഞാൽ ആ ബോൾ അങ്ങനെ കാലാകാലം ഉരുണ്ടു പോവുമോ? ഇല്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ബോളിന് എന്തൊക്കെ സംഭവിക്കും? ബോൾ സംഭവിക്കാനോ, ബോൾ പൊട്ടിത്തെറിക്കുകയാണോ? അല്ല. എന്താ സംഭവിക്കുന്നത്? ബോളോട് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിങ്ങനെ ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഒരു നിരപ്പായ തറയിലൂടെ ബോൾ ഉരുണ്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് ആക്സിലറേഷൻ ആണോ, മന്ദീകരണമാണോ, റിട്ടേർഡേഷൻ ആണോ, അതേപോലെ തന്നെ ത്വരണമാണോ? എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, താഴെ മെസ്സേജുകൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ ആൻസർ രേഖപ്പെടുത്തണം. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ഇടണം. ഞങ്ങൾക്ക് JK സാറെ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള മെസ്സേജുകളൊക്കെ താഴണം. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഓരോ മെസ്സേജുകൾ ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. നല്ല ഉഷാറായിട്ട് പഠിക്കുക. അടുത്ത എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കേടാ, ടാറ്റ ബൈ. നല്ല ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.